അമ്മ ഓഫീസിലെ നിർണായകമായ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. വനിതാ ജീവനക്കാരിക്ക് പിന്നാലെയായി സെക്യൂരിറ്റിയും ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. കുക്കു പരമേശ്വരനും സേതാമേനോനുമാണ് താൻ പരാതി നൽകിയിരുന്നെന്ന് വനിതാ ജീവനക്കാരി പറഞ്ഞത്. കുക്കുവിന് വേണ്ടി പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ ഉള്ളിലൂടെ ശക്തമായ ചരടുവലിയ ശക്തമായി നടക്കുകയാണ്. വൺ ടു ടോക്സിക് യൂട്യൂബ് ചാനലടക്കം വിവിധ മാധ്യമങ്ങളോട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി പ്രേക്ഷകർക്ക് പരിചിതമായ അഭിനേത്രിയും വനിതാ ജീവനക്കാരെയും സംസാരിക്കേണ്ട ഓഡിയോ ക്ലിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പ്രസിഡന്റിനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നു എന്ന് ജീവനക്കാരി പറഞ്ഞപ്പോൾ ഇതൊന്നും പുറത്താക്കില്ലെന്ന് പറയേണ്ടതാണ്. അകത്തായിരുന്നു തീർക്കേണ്ടത്. എന്താണ് പറയുന്നത് മനസ്സിലാകാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ട് ആ പെണ്ണ് തെറി വിളിച്ചിട്ടും ഞാൻ പുറത്ത് പറയാതിരുന്നത്? കാരണം ഇതിനകത്ത് തീർന്നില്ലെങ്കിൽ നമ്മൾ പുറത്തു പോവേണ്ടത് നമുക്ക് പറയാൻ ന്യായമുണ്ട് എന്നായിരുന്നു നടിയുടെ മറുപടി. അവിടെ എനിക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായത്. ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ, ജനറൽ സെക്രട്ടറിക്ക് 1.5 മാസം മുമ്പ് കിട്ടിയ കത്തിന് മറുപടിയോ അത് അന്വേഷിക്കാനോ പറ്റാത്ത ഒരാൾ കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാത്ത ഹെഡ് ചെയ്ത് വെച്ചത്. എന്നെ ടെർമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇതേക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഞാൻ കത്തയച്ചത് എന്നെ പുറത്താക്കിയ ശേഷമാണ്. ഇപ്പോൾ ഞാൻ പുറത്താണല്ലോ, എന്തും പറയാമല്ലോ. ഇതിൻ്റെ പേരിൽ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് ജീവനക്കാരി പറയുന്നു. അവർ ഓഫ് ഡേ വന്നിരുന്ന് സംസാരിക്കുന്നതും ഞാൻ ചായ ഇട്ടിട്ടതും അവർ സംസാരിക്കുന്ന നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ ഓഡിയോ പുറത്തുവിടട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇവർ ഇതൊക്കെ പിണങ്ങിയപ്പോഴാണ് പറയുന്നത്. പിണക്കമില്ലാതെ നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും ഇതൊക്കെ ഒന്നും പറയില്ല. ന്യായമില്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നിയാൽ അവിടെ നിൽക്കുമ്പോഴാണ് അതേക്കുറിച്ച് പറയേണ്ടി വന്നതെന്ന് നടി പറയുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയേണ്ടതെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ എന്നെ കരയിപ്പിച്ചതും മോശം അനുഭവമുണ്ടായതും പറഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അന്ന് ഞാനടക്കം എല്ലാവരും കത്തോ പരാതിയോ തന്നിരുന്നെങ്കിൽ അന്ന് അത് പരിഹരിക്കില്ലേ എന്നായിരുന്നു നടി തിരിച്ചു ചോദിച്ചത്. ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കണമെന്ന് പ്രസിഡന്റ് വാക്ക് തന്നതാണ്. പിന്നെ ഞാൻ അത് ഖണ്ഡിച്ച് എന്തിന് നീങ്ങണം എന്നായിരുന്നു ജീവനക്കാരി ചോദിച്ചത്. അതിനുശേഷം ഈസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഉണ്ടായില്ലെന്ന് ജീവനക്കാരി പറഞ്ഞിരുന്നു. ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവട്ടെ എന്ന് മറുപടിയാണ് എനിക്ക് കിട്ടിയത്. എന്നെ എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തതാണ്. അറിയേണ്ടതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നതെല്ലാം അകത്തായിരുന്നു തീർക്കേണ്ടത്. പുറത്തു പോയിട്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിവൃത്തികേട് കൊണ്ടാണെന്ന് പുറത്തു പോയിട്ട് പറഞ്ഞതെന്ന് പറയാം. അതിനകത്ത് തന്നെ തീർക്കാമാൻ ശ്രമിക്കാമായിരുന്നു എന്ന് നടി ആവർത്തിച്ചു.